സംസ്ഥാന കോൺഗ്രസിലെ ഡിസിസി പുനഃസംഘടനയിലുണ്ടായ പ്രതിഷേധം പിളർപ്പിന്റെ സൂചനയിലേക്ക്. ആലപ്പുഴയ്ക്ക് പിന്നാലെ തിരുവനന്തപുരം ഡിസിസി യോഗവും എ ഗ്രൂപ്പ് ബഹിഷ്കരിച്ചു. ഹൈക്കമാൻഡ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ എ ഗ്രൂപ്പ് കടുത്ത നടപടിയിലേക്ക് പോകുമെന്നാണ് വിവരം. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ MR സജേഷ് ചേരുന്നുണ്ട്. സജേഷ്, ഡിസിസി പുനഃസംഘടനയ്ക്ക് ശേഷം ഉണ്ടായ ഒരു വലിയ തർക്കമാണ് ഇപ്പോൾ ഒരു പിളർപ്പിന്റെ സൂചനയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? സോമി, ഹൈക്കമാൻഡിന് ശക്തമായ സന്ദേശമാണ് എ ഗ്രൂപ്പ് നൽകുന്നത്. ഇന്നലെ ആലപ്പുഴ DCC യോഗവും ഇന്നത്തെ തിരുവനന്തപുരത്ത് DCC യോഗവും പുതിയ DCC അധ്യക്ഷന്മാരെ തെരഞ്ഞെടുത്തതിനു ശേഷമുള്ള ആദ്യ രണ്ട് യോഗങ്ങളായിരുന്നു. ഈ രണ്ട് യോഗങ്ങളിൽ രണ്ട് തരത്തിലുള്ള തന്ത്രമാണ് എ ഗ്രൂപ്പ് കാണിക്കുന്നത്. ഇന്നലെ പ്രധാനപ്പെട്ട നേതാക്കൾ ആലപ്പുഴ ജില്ലയിലെ DCC യോഗത്തിൽ നിന്ന് മാറിയിരുന്നു. KPCC ജനറൽ സെക്രട്ടറിമാരായ PC വിഷ്ണുനാഥ്, CR ജയപ്രകാശ്, ഒപ്പം ആലപ്പുഴ ജില്ലയിലെ UDF ചെയർമാൻ കൂടിയായിട്ടുള്ള M മുരളി തുടങ്ങിയവർ ഇന്നലത്തെ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു. ഇന്ന് തിരുവനന്തപുരത്ത് നടന്ന യോഗത്തിൽ പ്രധാനപ്പെട്ട ചില എ ഗ്രൂപ്പ് നേതാക്കൾ പങ്കെടുത്തെങ്കിലും താഴെ തട്ടിലെ അണികൾ ഭൂരിഭാഗവും വിട്ടുനിന്നു. മണ്ഡലം ഭാരവാഹികൾ, ബ്ലോക്ക് ഭാരവാഹികൾ, DCC ഭാരവാഹികൾ തുടങ്ങിയവർ പാർട്ടി പരിപാടികൾ സഹകരിക്കുന്നില്ല. ഇന്ന് എ ഗ്രൂപ്പിന്റെ DCC ഭാരവാഹികളിൽ ഭൂരിഭാഗം പേരും ഇന്നത്തെ തിരുവനന്തപുരം DCC യോഗത്തിലും പങ്കെടുത്തിട്ടില്ല. വളരെ ശക്തമായ സന്ദേശം എ ഗ്രൂപ്പ് പാർട്ടിയുടെ അടിത്തട്ടിലേക്ക് തന്നെ സംഘടനാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തി നൽകുകയാണ്. ഹൈക്കമാൻഡ് ഈ സന്ദേശം മനസ്സിലാക്കിയില്ലെങ്കിൽ പിളർപ്പ് എന്ന തരത്തിലേക്ക് തന്നെയുള്ള നീക്കങ്ങൾ ഉമ്മൻചാണ്ടി വിഭാഗം നടത്തുന്നുവെന്നാണ് കരുതേണ്ടത്. വളരെ കൃത്യമായി തന്നെ പാർട്ടി പരിപാടികളിൽ നിന്ന് മാറി നിൽക്കുന്നു. പ്രത്യേകിച്ചും VM സുധീരനുമായി അടുപ്പമുള്ളവരുടെ പരിപാടികളിൽ നിന്നാണ് എ ഗ്രൂപ്പ് വിട്ടുനിൽക്കുന്നത്. ആ നിലയിൽ ശക്തമായ സന്ദേശം തന്നെ ഹൈക്കമാൻഡിന് നൽകാനാണ് എ ഗ്രൂപ്പിന്റെ തീരുമാനം. കോൺഗ്രസിലെ ഉന്നതരായ ചില നേതാക്കൾ നൽകുന്ന സൂചന അനുസരിച്ച് നേരത്തെ കരുണാകരൻ നീങ്ങിയ അതേ വഴിയിലേക്ക് ഇപ്പോൾ ഉമ്മൻചാണ്ടി നീങ്ങുന്നു. അതിന്റെ ചില സൂചനകൾ കാണാമെന്ന് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളും വ്യക്തമാക്കുന്നു. സോമി, സജേഷ്, DCC പുനഃസംഘടന കഴിഞ്ഞതു മുതലുള്ള തർക്കങ്ങളാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പിളർപ്പിന്റെ സൂചന നൽകി ഈ ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുന്നത്. സ്വന്തം തട്ടകത്തിൽ പോലും കോട്ടയത്തെ ജോഷി ഫിലിപ്പിന്റെ DCC പ്രസിഡന്റായുള്ള സ്ഥാനാരോഹണത്തിൽ പോലും ഉമ്മൻചാണ്ടി പങ്കെടുക്കാതെ ഒരു കടുത്ത നിലപാട് തന്നെയാണ്, പ്രതിഷേധ നിലപാട് തന്നെയാണ് ഉമ്മൻചാണ്ടി സ്വീകരിച്ചത്. ഇപ്പോൾ എ ഗ്രൂപ്പ് മുന്നോട്ട് വെക്കുന്നത് സംഘടനാ തെരഞ്ഞെടുപ്പ് അത് തന്നെയാണോ മുന്നോട്ട് വെക്കുന്നത്? സോമി, കോട്ടയത്തെ DCC അധ്യക്ഷന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ ഉമ്മൻചാണ്ടി പങ്കെടുത്തില്ല. രാഷ്ട്രീയകാര്യ സമിതിയിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്നു. പ്രധാനപ്പെട്ട പാർട്ടി പരിപാടികളിലൊന്നും ഉമ്മൻചാണ്ടി നേരിട്ട് പങ്കെടുക്കുന്നില്ല. DCCയുടെ ഭാരവാഹികൾ എന്നാൽ ഇക്കാര്യത്തിൽ, എ ഗ്രൂപ്പിന്റെ നേതൃത്വം എന്നാൽ ഇക്കാര്യത്തിൽ തന്ത്രപരമായ ഒരു സമീപനമാണ് ആദ്യഘട്ടം മുതൽ പുലർത്തുന്നത്. പ്രധാനപ്പെട്ട നേതാക്കൾ പല പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കുക, അഥവാ നേതാക്കളിൽ ആരെങ്കിലും പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അണികൾ കൂട്ടത്തോടെ വിട്ടുനിൽക്കുക. ഈ രീതിയിലാണ് എ ഗ്രൂപ്പ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം നോട്ട് നിരോധനത്തിനെതിരെ DCC അധ്യക്ഷൻ കൂടിയായിട്ടുള്ള നെയ്യാറ്റിൻകര സ്ഥാനിൽ തിരുവനന്തപുരത്ത് നടത്തിയ പരിപാടി ഉണ്ടായിരുന്നു. വളരെ കുറഞ്ഞ ആളുകളാണ് ഈ പരിപാടിയിൽ പങ്കെടുത്ത്. എ ഗ്രൂപ്പിന്റെ ആരും ഈ പരിപാടിയിലേക്ക് വന്നില്ല. സമാനമായ രീതിയിലാണ് ഇന്നത്തെ DCC അധ്യക്ഷനായി നെയ്യാറ്റിൻകര സ്ഥാനിലെ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യ യോഗത്തിലും എ ഗ്രൂപ്പ് നിലകൊണ്ടത്. പങ്കെടുക്കേണ്ട ഭാരവാഹികളിൽ ഭൂരിഭാഗം പേരും വന്നില്ല. പ്രധാനപ്പെട്ട ഒന്നോ രണ്ടോ നേതാക്കൾ വരിക, ആ തന്ത്രമാണ് തിരുവനന്തപുരത്ത് സ്വീകരിച്ചത്. എന്നാൽ ആലപ്പുഴയിൽ നേതാക്കൾ ഒന്നടങ്കം വിട്ടുനിൽക്കുകയായിരുന്നു. താഴെത്തട്ടിലേക്ക്, എ ഗ്രൂപ്പിന്റെ താഴെത്തട്ടിലേക്ക് ജില്ലാ നേതാക്കന്മാർക്ക് ഉൾപ്പെടെ വളരെ ശക്തമായ സന്ദേശം എ ഗ്രൂപ്പിന്റെ നേതൃത്വം നൽകി കഴിഞ്ഞു. അത് ഹൈക്കമാൻഡ് തങ്ങളുടെ സന്ദേശം മനസ്സിലാക്കുന്നില്ലെങ്കിൽ പാർട്ടിയിൽ പിളർപ്പ് എന്ന സൂചന നൽകുന്ന സന്ദേശം തന്നെയാണ് താഴെത്തട്ടിലേക്ക് പോയിട്ടുള്ളത്. ഒരു സംഘടനാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഗ്രൂപ്പിനെ ശക്തിപ്പെടുത്താനുള്ള സജീവ പ്രവർത്തനവും താഴെത്തട്ടിൽ തുടങ്ങിയിട്ടുണ്ട്. സോമി, സജേഷ്, ഇവിടെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് അന്ന് ഉണ്ടായത് ഹൈക്കമാൻഡ് തീർച്ചയായിട്ടും ഇപ്പോൾ മുതിർന്ന രാഷ്ട്രീയ നിരീക്ഷകനും മാധ്യമപ്രവർത്തകനുമായ ജേക്കബ് ജോർജ് കൂടി ചേരുന്നു. ശ്രീ ജേക്കബ് ജോർജ്, ഇവിടെ എ ഗ്രൂപ്പ് ഒരു കടുത്ത നിലപാടിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അത് ആസന്നമായ ഒരു പൊട്ടിത്തെറിയിലേക്ക് കൂടി എത്തിയിരിക്കുന്നു. എങ്ങനെയാണ് താങ്കളുടെ പ്രതികരണം? എ ഗ്രൂപ്പിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ അവർ കർശനമായ നിലപാടിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെയാണ് സൂചനകൾ വരുന്നത്. കഴിഞ്ഞ ദിവസം കെ ആന്റണിയെ കണ്ട് മുഖ്യമന്ത്രി സംസാരിച്ചിരുന്നു. അവിടെയും ആന്റണി അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഒരു കാരണവശാലും യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകില്ല എന്നൊരു സൂചനയാണ് AK ആന്റണിക്കും ഉമ്മൻചാണ്ടി നൽകിയത്. AK ആന്റണി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹൈക്കമാൻഡ് അതിന്റെ പര്യായം എന്ന് തന്നെ പറയാം. സ്വാഭാവികമായിട്ടും ആന്റണിക്ക് കേരളത്തിലോട്ട് പ്രത്യേക താല്പര്യവുമുണ്ട്.
ഒരുപക്ഷെ ഈ പുനഃസംഘടന നടന്നിരിക്കുന്നത് തന്നെ ആന്റണിയുടെ അനുഗ്രഹാശിസുകളോടുകൂടി തന്നെയാവണം. അതുകൊണ്ട് സാക്ഷാൽ ആന്റണിയുടെ മുഖത്ത് നോക്കി തന്നെ താനിതിൽ തൃപ്തനല്ല, ഇതിൽ നിരാശയുണ്ട്, അമ്പരപ്പുമുണ്ട് എന്ന് ഉമ്മൻചാണ്ടി രേഖപ്പെടുത്തുക വഴി ഒരു വിട്ടുവീഴ്ചയ്ക്കും സാധ്യതയില്ല എന്ന സന്ദേശം നൽകുക വഴി കൂടുതൽ കടുത്ത നിലപാടിലേക്ക് പോകുന്നതിന് തന്നെയാണ് സാധ്യതകൾ ഏറെയും. അത് കോൺഗ്രസിനകത്ത് UDF-നുള്ളിലും വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. കാരണം UDF ഇപ്പോൾ മാണി കേരള കോൺഗ്രസ് ഇല്ല. ലീഗ് ആണെങ്കിൽ സ്വതന്ത്രമായ ഒരു നിലപാട് എപ്പോഴും എടുക്കുന്ന കൂട്ടത്തിലാണ്. തന്നെയുമല്ല, ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടിക്കാണെങ്കിലും മറ്റു നേതാക്കന്മാർക്കാണെങ്കിലും ഉമ്മൻചാണ്ടിയുമായിട്ടാണ് സൗഹൃദവും അടുപ്പവും കൂടുതൽ. സ്വാഭാവികമായിട്ടും ഇതൊക്കെയും കോൺഗ്രസിനകത്തും UDF-നകത്തും വലിയ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഉമ്മൻചാണ്ടിയെ അങ്ങനെ മൂലക്കിരുത്തുകയോ എഴുതള്ളുകയോ ചെയ്യാൻ സാധ്യമല്ല എന്ന വ്യക്തമായ സന്ദേശമാണ് ആന്റണി പക്ഷം ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന് നൽകുന്നത്. ശ്രീ ജേക്കബ് ജോർജ്, ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ വലിയ ഒരു തോൽവി അല്ലെങ്കിൽ ആ ഒരു വലിയ തിരിച്ചടിയിൽ നിന്നാണ് ഇത്തരത്തിലൊരു പുനഃസംഘടനയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അന്നു മുതൽ എ ഗ്രൂപ്പ് മുന്നോട്ട് വെക്കുന്നത് സംഘടനാ തെരഞ്ഞെടുപ്പ് എന്നാണ്. അതിനോട് മുന്നോടിയായിട്ടാണ് ഹൈക്കമാൻഡ് 3 ഫോർമുലകൾ മുന്നോട്ട് വെച്ചത്. ആദ്യം രാഷ്ട്രീയകാര്യ സമിതി രൂപീകരിക്കുക, രണ്ടാമത് DCC തലത്തിലുള്ള പുനഃസംഘടന, ഇനി മൂന്നാമതായി വേണ്ടത് സംഘടനാ തെരഞ്ഞെടുപ്പ്. അതുവഴി നേതൃത്വത്തിലേക്ക് എത്തുക, അതിനുള്ള ഒരു സമ്മർദ്ദ തന്ത്രമാണോ എ ഗ്രൂപ്പ് ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്? നേതൃത്വം മാറുക എന്നത് തന്നെയാണ് ആന്റണി പക്ഷത്തിന്റെ അജണ്ട. അതായത് VM സുധീരൻ KPCC അധ്യക്ഷനായിരിക്കുന്നിടത്തോളം കാലം തങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കേണ്ട എന്ന് തന്നെയാണ് വ്യക്തമായ സൂചന നൽകുന്നത്. അതിന് പറയുന്ന മറ്റൊരു തരത്തിൽ അത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതായത് സംഘടനാ തെരഞ്ഞെടുപ്പ് വേണം എന്നുള്ളത്. സംഘടനാ തെരഞ്ഞെടുപ്പ് വേണം എന്ന ആവശ്യത്തിന്റെ പിന്നിൽ ഉള്ളത് സംഘടനാ തെരഞ്ഞെടുപ്പ് വരട്ടെ, അപ്പോൾ കാണിച്ചു തരാം എന്നുള്ള ഒരു വെല്ലുവിളിയാണ്. ഈ വെല്ലുവിളിയുടെ സാരാംശമാണ് ഹൈക്കമാൻഡിന് മനസ്സിലായിരിക്കുന്നത്. ഒരുപക്ഷെ ആന്റണിയിലൂടെ ഹൈക്കമാൻഡ് മനസ്സിലാക്കുന്നത്. അങ്ങനെ വരുമ്പോഴാണ് ആന്റണി പക്ഷം, ഇന്ന് കേരളത്തിലെ മുഖ്യധാരാ വിഭാഗം ആന്റണി പക്ഷം തന്നെയാണ്, യാതൊരു സംശയവുമില്ല. MLA-മാരുടെ കണക്കെടുത്താൽ അത്ര കണ്ടുവരില്ല എങ്കിൽ പോലും ഉമ്മൻചാണ്ടിയും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരും ഒന്നിച്ചു നിന്നാൽ അത് കോൺഗ്രസിലെ ഒരു പ്രബല വിഭാഗമാകും. അതുകൊണ്ട് തങ്ങളെ നിയന്ത്രിക്കാനും നയിക്കാനും VM സുധീരൻ ഒന്നുമല്ല എന്ന ഒരു കനത്ത സന്ദേശമാണ് ആന്റണി പക്ഷം നൽകുന്നത്. അതിൽ ഉമ്മൻചാണ്ടി വളരെ ശക്തനായി കരുത്തോടുകൂടി തന്നെയാണ് നിലകൊള്ളുന്നത്. ആ തീരുമാനത്തെ മാറ്റിമറിക്കാൻ കഴിയില്ല തന്നെ. ശ്രീ ജേക്കബ് ജോർജ്, നേരത്തെ ലീഡർ K കരുണാകരനൊക്കെ നീങ്ങിയ വഴിയിലേക്ക് ഉമ്മൻചാണ്ടി നീങ്ങുന്നു എന്ന് പറയാനായിട്ടുണ്ടോ? അങ്ങനെ പറയാം. അത് പക്ഷേ ഇപ്പോ ദേശീയ രാഷ്ട്രീയ സാഹചര്യം, ദേശീയ തലത്തിൽ കോൺഗ്രസ് വളരെയധികം ക്ഷീണിച്ചിരിക്കുകയാണ്. സംസ്ഥാനങ്ങളിൽ എവിടെയാണ് കോൺഗ്രസ് ഉള്ളത്? കോൺഗ്രസ് ഭരണം വളരെ നാമമാത്രമായ സംസ്ഥാനങ്ങളിൽ ഒതുങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ഹൈക്കമാൻഡിന് ഉമ്മൻചാണ്ടിയെ പോലെ കരുത്തനായ ഒരു നേതാവിനെ വിട്ടുകൊണ്ട് മൂലക്കിരുത്തിക്കൊണ്ട് കോൺഗ്രസിനെ എത്ര കണ്ട് ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകാനാകും എന്ന് ചോദ്യമുണ്ട്. അതുകൊണ്ട് ഉമ്മൻചാണ്ടി എന്നല്ല, ഒരു ചെറിയ ഒരു വിഭാഗം പോലും വെല്ലുവിളി ഉയർത്തിയാൽ അനുനയിപ്പിക്കുകയല്ലാതെ വേറെ ഒരു വഴി കോൺഗ്രസിനില്ല. ഇപ്പം ഉമ്മൻചാണ്ടിക്ക് എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ വേണമെന്ന് അദ്ദേഹം പറയുന്നില്ലല്ലോ. ഉമ്മൻചാണ്ടി സ്വതന്ത്രമായി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണയില്ലാതെ ഒറ്റയ്ക്ക് നിന്നാൽ പോലും ഉമ്മൻചാണ്ടിക്ക് കേരള രാഷ്ട്രീയത്തിൽ ഒരു പേരും പെരുമയുമുണ്ട്, ഒരു കരുത്തുണ്ട്. ആ ഒരു കരുത്തിന്റെ ബലമാണ് ആന്റണി പക്ഷത്തിന്റെയും ബലം. നേതാക്കന്മാർ കൂടുതൽ ആന്റണി പക്ഷത്തുണ്ടെങ്കിൽ പോലും. അതുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടിയും ആന്റണി പക്ഷവും ഉയർത്തുന്ന വെല്ലുവിളി കണ്ടില്ലെന്നടിക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡിന് കഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ ജേക്കബ് ജോർജ്, ഈ ഹൈക്കമാൻഡ് സന്ദേശം മനസ്സിലാക്കിയില്ലെങ്കിൽ എ ഗ്രൂപ്പ് ഒരു പിളർപ്പിലേക്ക് നീങ്ങുന്നത് പോലുള്ള ഒരു സാഹചര്യം അതിന് സാധ്യതയുണ്ടോ? ഒരു കോൺഗ്രസിൽ ഒരു പിളർപ്പുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. കോൺഗ്രസിൽ ഒരു പിളർപ്പിന് സാധ്യത വളരെ കുറവാണ്. ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉമ്മൻചാണ്ടി കോൺഗ്രസ് വിട്ടുപോകും എന്ന് കരുതാനാവില്ല. ഇതൊക്കെ ഇപ്പോഴത്തെ DCC ഭാരവാഹികളെയും മാറ്റണം എന്ന് ഉമ്മൻചാണ്ടി മുന്നോട്ടൊരു വാദം വെക്കത്തില്ല. പക്ഷേ അവർക്ക് അവരുടേതായ ചില ആവശ്യങ്ങളുണ്ട്. ഒരു പിളർപ്പ്, അപ്പൊ ആന്റണി പക്ഷത്തിൽ പിളർപ്പുണ്ടാകുമോ എന്ന് ചോദിച്ചാല് ആന്റണി പക്ഷത്ത് അങ്ങനെ ഒരു പിളർപ്പിന്റെ സാഹചര്യമില്ല. ആന്റണി പക്ഷം എന്ന് പറയുന്നത് പണ്ട് പോലെ തന്നെ ഒരു വലിയ പാറ പോലെ ഉറച്ചു നിൽക്കുന്ന ഒരു വിഭാഗമാണ്, ഒരു സംവിധാനമാണ്. അപ്പൊ അതിനകത്തൊരു പിളർപ്പുണ്ടാകാനുള്ള സാധ്യത അവരുടെ അജയ്യനായ നേതൃത്വം ഉമ്മൻചാണ്ടിയാണ്. അപ്പോ അതിലൊരു പിളർപ്പുണ്ടാക്കാനുള്ള സാധ്യത ഉമ്മൻചാണ്ടിയെ വെല്ലുവിളിച്ചുകൊണ്ട് ആന്റണി പക്ഷത്തിൽ നിന്ന് ആരെങ്കിലും പുറത്തു പോകാനുള്ള സാധ്യത
അത് കുറവാണെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ഈ എ ഗ്രൂപ്പിന്റെ ലക്ഷ്യം VM സുധീരനാണല്ലോ, അത് ഹൈക്കമാൻഡ് അംഗീകരിക്കാൻ ഇടയുണ്ടോ? അതെ. ഹലോ. VM സുധീരൻ എന്ന എ ഗ്രൂപ്പിന്റെ ലക്ഷ്യം അത് ഹൈക്കമാൻഡ് അംഗീകരിക്കാനുള്ള സാധ്യതകൾ എത്രത്തോളം ഉണ്ട്? അത് കുറവാണ്. കാരണം അത് ഹൈക്കമാൻഡിന്റെ ഒരു പരാജയമായി വരും. ഹൈക്കമാൻഡാണ് ഉമ്മൻചാണ്ടിയുടെ നിർദ്ദേശത്തെ ഒട്ടും മാനിക്കാതെ സുധീരനെ ഇവിടെ KPCC അധ്യക്ഷനായിട്ട് നിയോഗിച്ചത്. അന്ന് തന്നെ ഉമ്മൻചാണ്ടി വളരെ വ്യക്തമായ ഭാഷയിൽ പ്രതിഷേധം ഹൈക്കമാൻഡിനെ അറിയിച്ചതാണ്. പിന്നീടുള്ള സുധീരന്റെ പ്രവർത്തനങ്ങളൊക്കെയും ഉമ്മൻചാണ്ടിയെ ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഭരണം സംഘർഷഭരിതവുമായിരുന്നു. മദ്യം മുതൽ ഇങ്ങോട്ട് പല വിവാദങ്ങൾക്കും പിന്നിൽ ഉമ്മൻചാണ്ടി ആന്റണി ശത്രുതയും സംഘർഷവും വളരെ വ്യക്തമാവുകയും ചെയ്തതാണ്. ഈ ഏറ്റവും അവസാനത്തെ കാര്യമാണ് DCC ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് നിയമനം. അതോടുകൂടി ഒരു കാരണവശാലും ഇനി ഒത്തുതീർപ്പിന് വേണ്ട എന്നുള്ള ഒരു നിലപാടിലേക്കാണ് ആന്റണി പക്ഷം, അതായത് പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി നടന്നു നീങ്ങുന്നത്. ശ്രീ ജേക്കബ് ജോർജ്, ഹൈക്കമാൻഡിനെ ഉമ്മൻചാണ്ടി അത്രയ്ക്കൊന്നും വെല്ലുവിളിച്ച് കാണാറില്ല. പ്രത്യേകിച്ച് സുധീരന് KPCC പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലല്ലാതെ. പക്ഷേ ഈ അടുത്ത ഇടയ്ക്ക് നോട്ട് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് ദില്ലിയിൽ സംഘടിപ്പിച്ച പാർലമെന്റ് ധർണയിൽ പോലും പങ്കെടുക്കാതെയാണ് ഉമ്മൻചാണ്ടി തന്റെ നിലപാട് അത്ര കടുപ്പിച്ച് മനസ്സിലാക്കി കൊടുത്തത്. അത് ദില്ലിയിൽ വെച്ച് തന്നെ. എന്ത് സന്ദേശമാണ് ഉമ്മൻചാണ്ടി ഇതുവഴി നൽകുന്നത്? അല്ല, താൻ ഉറച്ച നിലപാടിൽ തന്നെയാണ്. ഹൈക്കമാൻഡ് അങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ അടിച്ചേൽപ്പിക്കാൻ നോക്കുകയാണെങ്കിൽ തന്റെ സഹകരണം വേണ്ട, പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന സന്ദേശമാണ് ഉമ്മൻചാണ്ടി നൽകുന്നത്. ഇപ്പൊ DCC അധ്യക്ഷന്മാരുടെ കാര്യത്തിൽ സ്വാഭാവികമായിട്ട് നല്ല ഒരു തീരുമാനമായിട്ട് തന്നെയാണ് കാണേണ്ടത്. വർഷങ്ങളായിട്ട് ചടഞ്ഞു കൂടിയിരുന്നവരെ മാറ്റിക്കൊണ്ടാണ് കോൺഗ്രസിൽ പുതുരക്തത്തിന് ഒരു സ്ഥാനം കൊടുത്തിരിക്കുന്നത്. 14 DCC പ്രസിഡന്റുമാരും പുതിയ മുഖങ്ങളാണ്. താരതമ്യേന ചെറുപ്പക്കാരാണ്. സ്വാഗതം ചെയ്യപ്പെടേണ്ട കാര്യമാണ്. പക്ഷേ അവിടെയൊക്കെയും ആന്റണി പക്ഷം വളരെയധികം തഴയപ്പെട്ടു എന്നുള്ള ഒരു ഘടകമുണ്ട്. അതിന് പരിഹാരം എന്താണ് എന്നാണ് ഉമ്മൻചാണ്ടി ചോദിക്കുന്നത്. അതിന് പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ തന്റെ സഹകരണം പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന സന്ദേശമാണ് ഹൈക്കമാൻഡിനും AK ആന്റണിക്കും ഉമ്മൻചാണ്ടിക്കും VM സുധീരനും അത് നൽകുന്നത്. ഇതിൽ നമുക്ക് കാണാവുന്നത് ഉമ്മൻചാണ്ടി ശത്രുപക്ഷത്ത് നിർത്തിയിരിക്കുന്നത് ഹൈക്കമാൻഡ് AK ആന്റണി VM സുധീരൻ അച്യുതണ്ടിനെയാണ്. ആ അച്യുതണ്ടുമായിട്ട് സമരസപ്പെട്ടു പോകാൻ താനില്ല എന്നുള്ള നിലപാടിലാണ് ഉമ്മൻചാണ്ടി. ശ്രീ ജേക്കബ് ജോർജ്, പ്രശ്നപരിഹാരത്തിനായി ഇപ്പോഴും AK ആന്റണി തലസ്ഥാനത്ത് തുടരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ഇടപെടൽ എത്രത്തോളം നിർണായകമാകും ഇനി വരും ദിവസങ്ങളിൽ? അല്ല, ഇതിനകത്ത് ഒരു കക്ഷി തന്നെയാണ് AK ആന്റണി എന്ന കാര്യം കൂടി ഓർക്കണം. അതും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ആന്റണിയുടെ തീരുമാനം. ഇതിന് ഈ കാര്യത്തിൽ ആന്റണി മുൻകൈയെടുത്ത് വേണമെങ്കിൽ ഒത്തുതീർപ്പുണ്ടാക്കാം. കാരണം ആന്റണി വരുമ്പോൾ ഉമ്മൻചാണ്ടി പോയി കാണുക പതിവാണ്. അവർ ദീർഘനേരം സംസാരിച്ചിരിക്കും. വർഷങ്ങളായിട്ട്, എത്രയോ ദശകങ്ങളായിട്ട് 70-കളിൽ 60-കളിൽ തുടങ്ങിയ ബന്ധമാണ് ഉമ്മൻചാണ്ടിയും ആന്റണിയും തമ്മിൽ. യഥാർത്ഥത്തിൽ ആന്റണിയും ഉമ്മൻചാണ്ടിയും കൂടി തന്നെയാണ് അവരുടെ ഒരു ശ്രമഫലമായിട്ടാണ് കേരളത്തിലെ KSU, യൂത്ത് കോൺഗ്രസ്, അതിലൂടെ ആ സംഘടനകളെയൊക്കെ ഒരു സജീവമാക്കി വളർത്തിയെടുത്ത് കേരളത്തിലെ കോൺഗ്രസിന്റെ ഒരു നെടുക നായകത്വത്തിലേക്ക് നീങ്ങാൻ കാരണം ഈ ഒരു കൂട്ടുകെട്ട് തന്നെയാണ്. ആന്റണി പക്ഷത്തിന്റെ കൂട്ടുകെട്ടും അച്യുതണ്ടും ഈ രണ്ടുപേരും തമ്മിലുള്ള ബന്ധം തന്നെയാണ്. പക്ഷേ ഈ ബന്ധം ഒക്കെ ഉണ്ടെങ്കിൽ പോലും ആന്റണി പറയുന്നത് അപ്പാടെ അനുസരിക്കാൻ ഉമ്മൻചാണ്ടി തയ്യാറാകിട്ടില്ല. ഉമ്മൻചാണ്ടി വേറൊരു തലത്തിലേക്ക് വളർന്നിരിക്കുന്നു. ആ ഒരു ശക്തി അതിനെ അവഗണിക്കാൻ ആന്റണിക്കും കഴിയും എന്ന് തോന്നുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് കാണാവുന്നത് ഇത് ആന്റണിയും ഉമ്മൻചാണ്ടിയും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലാണോ എന്നുള്ളതാണ്. വളരെയധികം നന്ദി ശ്രീ ജേക്കബ് ജോർജ്. ഈ അവസരത്തിൽ പ്രതികരിച്ചതിന് വീണ്ടും സജേഷിലേക്ക് തന്നെ പോകുന്നു. സജേഷ്, ഇപ്പോൾ ജേക്കബ് ജോർജ് പറഞ്ഞതുപോലെ എ ഗ്രൂപ്പ് ഒരു പൊട്ടിത്തെറിയിലേക്ക് ഒന്നും കോൺഗ്രസിന്റെ ഉള്ളിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാകാനുള്ള സാധ്യത ഇല്ലെങ്കിൽ പോലും കോൺഗ്രസിന് ഉള്ളിലെ ഉൾപോര് ശക്തമാകാനുള്ള സാധ്യതകളാണ് വരും ദിവസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയാണ് കാണുന്നത്. ആ ഒരു പശ്ചാത്തലത്തെ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്? സോമി, ഹൈക്കമാൻഡിന് ശക്തമായ സന്ദേശം നൽകി തന്നെയാണ് എ ഗ്രൂപ്പ് മുന്നോട്ട് പോകുന്നത്.
AK ആന്റണിയുടെ അനുനയ ശ്രമങ്ങൾക്ക് ശേഷവും എ ഗ്രൂപ്പിന്റെ നിലപാടിൽ ഒരു തരത്തിലുള്ള മാറ്റവുമില്ല. ആലപ്പുഴയിലെ DCC യോഗത്തിൽ നിന്ന് പ്രധാനപ്പെട്ട നേതാക്കൾ വിട്ടുനിന്നു. തിരുവനന്തപുരത്തെ DCC അധ്യക്ഷൻ വിളിച്ചിട്ടുള്ള ആദ്യത്തെ യോഗത്തിൽ നിന്ന് അണികളിൽ ഭൂരിഭാഗം പേരും വിട്ടുനിൽക്കുന്നു. ഒന്നോ രണ്ടോ നേതാക്കൾ പങ്കെടുക്കുന്നുണ്ടെന്ന് മാത്രം. ഈ രീതിയിൽ വളരെ ശക്തമായ സന്ദേശം തന്നെ ഹൈക്കമാൻഡിന് എ ഗ്രൂപ്പ് നൽകുന്നു. തീർത്തും അവഗണിക്കുന്ന രീതിയിൽ ഉമ്മൻചാണ്ടി DCC അധ്യക്ഷന്മാരെ സംബന്ധിച്ച് ഉമ്മൻചാണ്ടി നൽകിയ ലിസ്റ്റ് ഏറെക്കുറെ പൂർണ്ണമായും വെട്ടുന്ന തരത്തിലാണ് ഹൈക്കമാൻഡ് ഇടപെട്ടത്. ഈ രീതിയിലുള്ള അവഗണന തുടരുകയും തങ്ങൾ നൽകുന്ന സന്ദേശം സ്വീകരിക്കാനും ഇടയില്ലെങ്കിൽ എന്തിനും മുതിരുമെന്ന സൂചന തന്നെയാണ് എ ഗ്രൂപ്പ് നേതാക്കൾ താഴെത്തട്ടിലേക്ക് നൽകിയിട്ടുള്ളത്. ആ നിലയ്ക്ക് താഴെത്തട്ടിലെ പ്രവർത്തനം ശക്തവുമാണ്. സോമി, സംസ്ഥാന കോൺഗ്രസിലെ DCC പുനഃസംഘടനയിൽ ഉണ്ടായ പ്രതിഷേധം പിളർപ്പിന്റെ സൂചനയിലേക്ക്. ആലപ്പുഴയ്ക്ക് പിന്നാലെ തിരുവനന്തപുരം DCC യോഗവും എ ഗ്രൂപ്പ് ബഹിഷ്കരിച്ചു. കടുത്ത നിലപാടുമായാണ് എ ഗ്രൂപ്പ് മുന്നോട്ട് പോകുന്നത്. MR സജീഷാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ഒപ്പം തന്നെ ജേക്കബ് ജോർജാണ് വാർത്തയോട് പ്രതികരിച്ചത്.